എസ് രാഗിന് വിവരങ്ങളുമായി കോടതിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. രാഗിൻ, ദിലീപ് അടക്കമുള്ള പ്രതികൾ ഓരോരുത്തരായി കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ പൾസർ സുനിയുടെ അമ്മയുടെ പരാതി പരിഗണിച്ചതിന് ശേഷമായിരിക്കുമോ വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുക? സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഓർഡറിന് മുൻപ് ഒരു പെറ്റീഷൻ വന്നാൽ ആ പെറ്റീഷൻ തീർപ്പാക്കിയ ശേഷമാണ് സാധാരണഗതിയിൽ ഓർഡർ പറയുക. അഡ്വാൻസ് പെറ്റീഷനാണ്. ആ ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീഫ്രീസ് ചെയ്യുക അക്കൗണ്ട്, അതായത് ഫ്രീസ് ചെയ്ത അക്കൗണ്ടിന്റെ ആ നടപടിക്രമങ്ങൾ പിൻവലിക്കുക എന്നതാണ്. കൊട്ടേഷൻ പണം പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അപ്പോൾ അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അത് പിൻവലിക്കുക എന്നതാണ് ആവശ്യം. അതിൽ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ എന്ത് പറയാനുണ്ട് എന്നൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ അത്തരത്തിലൊരു അഡ്വാൻസ് പെറ്റീഷനാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ജഡ്ജ്മെന്റ് കോടതി പറയുന്നതിന് തൊട്ട് മുൻപ് വരെ അത്തരത്തിലുള്ള അഡ്വാൻസ് പെറ്റീഷൻ കോടതിക്ക് മുന്നിലേക്ക് വരാം. അപ്പോൾ കോടതി സാധാരണഗതിയിൽ ചെയ്യുക ആ പെറ്റീഷൻ തീർപ്പാക്കിയ ശേഷമായിരിക്കും. ആ തീർപ്പാക്കാൻ വേണമെങ്കിൽ കോടതിക്ക് അപ്പോൾ തന്നെ തീർപ്പാക്കാവുന്നതേ ഉള്ളൂ, മിനിറ്റുകൾക്കുള്ളിൽ തീർപ്പാക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഇനി കേൾക്കണമെങ്കിൽ കോടതിക്ക് അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകാം. എന്തായാലും ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളെന്ന് പറയുന്നത് ഒന്നത്, രണ്ട്, ഈ പ്രതികൾ എല്ലാവരും 10 പേരും നിൽക്കുക. അതിനുശേഷം ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് പറയാം, 10 പേരെയും ശിക്ഷിക്കാം, അല്ലെങ്കിൽ ചില ആളുകളെ വെറുതെ വിടാം. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. കോടതി എന്താണ് അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൾസർ സുനിയും ദിലീപ് അടക്കമുള്ള പ്രതികൾ അവരുടെ കാര്യത്തിൽ കോടതി എന്താണ് തീരുമാനം പറയുക എന്നതാണ്. ദിലീപിനെ ശിക്ഷിച്ചാൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകി ബലാത്സംഗ കൊട്ടേഷൻ കേസ് എന്ന് പറയുന്ന കേസ്, പ്രോസിക്യൂഷൻ കേസ് വളരെ ശക്തമായി സ്റ്റാൻഡ് ചെയ്യും. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയവുമായിരിക്കും. എന്നാൽ ദിലീപിനെ വിട്ടുന്ന അവസ്ഥ ഉണ്ടായാൽ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയുമാകും. കാരണം കൊട്ടേഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ കൊട്ടേഷൻ